നേതാവ് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. ആത്മവിശ്വാസമുള്ള ഒരു സാധാരണക്കാരിയാണ് ഞാൻ. കൂടാതെ എന്റെ മനസ്സിൽ ഇപ്പോഴുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പാണ്. കോൺഗ്രസിന്റെ UDFന്റെ ശ്രീമാൻ BD സതീശന്റെ ഒരു വെല്ലുവിളി ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായിട്ട് ഏറ്റെടുക്കുകയാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പന്തയം വെക്കാം, ഒരൊറ്റ സീറ്റ് ഒരു മുനിസിപ്പൽ കൗൺസിലറെ UDFന് അധികം ഉണ്ടാക്കാൻ സാധിക്കുമോ? അത് വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാണ്. മറ്റൊന്നുകൂടി പറയാനുള്ളത്, ഞങ്ങളെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച് ഞാൻ അടിവരയിട്ടുകൊണ്ട് പറയുകയാണ്, അടുത്ത പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിലാണല്ലോ പറയുന്നത്, തിരുവനന്തപുരവും തൃശൂരും ഉൾപ്പെടെയുള്ള കോർപ്പറേഷനുകൾ ഞങ്ങൾ ഭരിക്കും. കൂടാതെ 50% വരുന്ന റിസർവേഷൻ എന്റെ സഹോദരിമാരായിട്ടുള്ള സ്ത്രീകൾ, അവരെ പോലെയുള്ള ആളുകളാണല്ലോ ശോഭാ സുരേന്ദ്രനെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഞങ്ങളെ അടിത്തട്ടിൽ നിന്നുകൊണ്ട് പണിയെടുത്ത് പശ കുറുക്കി പോസ്റ്റർ ഒട്ടിച്ച് ഈ പ്രസ്ഥാനത്തെ വളർത്താൻ വേണ്ടി, ഞങ്ങളെ വളർത്താൻ താഴെ നിന്ന് മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള പാവപ്പെട്ട പ്രവർത്തകന്മാർ, അവരിൽ നിന്നുള്ളവരെ മുനിസിപ്പൽ ചെയർമാനായിട്ടും മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാരായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ടും പഞ്ചായത്ത് മെമ്പർമാരായിട്ടും ഒക്കെ ഇരുത്താനുള്ള ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതിന് 100% പ്രവർത്തിക്കാൻ പാർട്ടി സജ്ജമാണ് എന്നുള്ളതാണ്. ആ പണിയാണ് ഇനി വരാൻ പോകുന്നത്. ഇത് മാത്രമേ എന്റെ തലയ്ക്കകത്തുള്ളൂ. ഈ പോസ്റ്റാണെങ്കിലും വാർത്തകളാണെങ്കിലും ആധികാരികതയില്ലാത്ത കാര്യങ്ങളാണ്. കാരണം പോസ്റ്റർ ഒട്ടിക്കാൻ, അർദ്ധരാത്രിയിൽ പോസ്റ്റർ ഒട്ടിക്കാൻ ആർക്ക് വേണമെങ്കിലും സാധിക്കും. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഇപ്പോ മാധ്യമ സുഹൃത്തുക്കൾ നിസ്സാരക്കാരൊന്നല്ലല്ലോ. നിങ്ങൾക്കും അറിയാം ഈ കിട്ടുന്ന വാർത്തകളിൽ ഏതൊക്കെയാണ് യാഥാർത്ഥ്യം, ഏതൊക്കെയാണ് യാഥാർത്ഥ്യമല്ലാത്ത. ഇന്നലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് സംസ്ഥാന അധ്യക്ഷൻ തന്നതുപോലെയാണ് ഒരു വാർത്ത ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് എല്ലാ മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ചു കണ്ടത്. അതിനുശേഷം അദ്ദേഹം പത്രസമ്മേളനം നടത്തിയപ്പോ വ്യക്തിപരമായിട്ട് എന്റെ പേരെടുത്തുകൊണ്ട് ഏതോ ഒരു മാധ്യമം ചോദിക്കുകയുണ്ടായി. അപ്പോ പറഞ്ഞു, ആ സ്ത്രീ പാവം, അവര് പറഞ്ഞ പണിയെല്ലാം ചെയ്തിട്ടുണ്ട്, ജോലിയെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതിന് ശേഷവും അതേ വാർത്ത തുടരുകയല്ലേ. എനിക്ക് അതിലൊക്കെ സന്തോഷമേ ഉള്ളൂ. എന്താ കാരണം എന്നറിയാം, ഞാൻ ഇത്രയും വലിയ ഒരാളായിട്ട് നിങ്ങളെല്ലാവരും കണക്കാക്കുന്നുണ്ടല്ലോ എന്നുള്ളതിൽ എനിക്ക് വളരെ വളരെ സന്തോഷം. പിന്നെ നോക്കൂ, പിന്നെ ഈ നിൽക്കുന്നവരെല്ലാം ലേബി ഉൾപ്പെടെ എന്റെ അനിയത്തിക്കുട്ടിയും അതുപോലെ തന്നെ എന്റെ താഴെയുള്ളവരാണ്. അപ്പോ ചേച്ചിയാണ് ഞാൻ, എനിക്ക് അകത്തേക്ക് പോകണം. നോക്കൂ, ഇവിടെ ഇപ്പോ നടക്കാൻ പോകുന്നത് സംസ്ഥാന ഭാരവാഹി യോഗമാണല്ലോ. ആ യോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി എന്തെല്ലാം നടപടിക്രമങ്ങളാണ് ആലോചിക്കുന്നത് എന്നതിനെ കുറിച്ച് ഇപ്പൊ അടുത്ത മണിക്കൂറുകളിലല്ലേ അകത്തുണ്ടാവാൻ പോകുന്നത്. നോക്കൂ, അത് കഴിഞ്ഞ് നിങ്ങളെ സംസ്ഥാന അധ്യക്ഷൻ കാണുമല്ലോ. സംസ്ഥാന അധ്യക്ഷൻ തന്നെ നിങ്ങളെ കാണും. അല്ലല്ല, നോക്കൂ, ഇങ്ങനെ കുത്തിത്തിരിപ്പ് ചോദ്യങ്ങളൊന്നും പച്ച പിടിക്കാൻ പോകുന്നില്ല. അല്ല, ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? അല്ലല്ല, ഏതാണ്? അല്ലല്ല, അതിന്റെ മറുപടിയല്ലേ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞത്. ഇപ്പൊ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത്? ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് നല്ല കുട്ടികളായിട്ട് വഴി തരിക. BJP നേതാവ് ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വെല്ലുവിളി ഏറ്റെടുക്കുന്നു എന്നതാണ് ശോഭാ സുരേന്ദ്രൻ. അതിന് വളരെ വെടിപ്പോട് കൂടിയിട്ട് മറുപടി പറഞ്ഞു കഴിഞ്ഞതാണ്. ശ്രീമാൻ കുമ്മനം രാജശേഖരനേക്കാൾ വലിയ ആളല്ല ശോഭാ സുരേന്ദ്രൻ. പാലക്കാട് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡ്, ഒരു കൗൺസിൽ അംഗത്തെയെങ്കിലും കൂടുതലായി തെരഞ്ഞെടുക്കാൻ, ഒരംഗത്തെയെങ്കിലും അധികമായി വിജയിപ്പിക്കാൻ UDFന് സാധിക്കില്ല എന്ന വെല്ലുവിളിയാണ് തിരിച്ചും മുന്നോട്ട് വയ്ക്കുന്നത്. കോൺഗ്രസിനെ വെല്ലുവിളിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ. പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളിയെ ശക്തമായി ഏറ്റെടുക്കുന്നു. നഗരസഭാ തെരഞ്ഞെടുപ്പിൽ കാണാം എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നു. ഒരംഗത്തെ പോലും അധികമായി വിജയിപ്പിച്ചെടുക്കാൻ പാലക്കാട്ട് കോൺഗ്രസിന് സാധിക്കില്ല. അതിൽ പന്തയമുണ്ടോ എന്നാണ് VD സതീശനോട് ശോഭാ സുരേന്ദ്രന്റെ ചോദ്യം.
പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്കും കെ സുരേന്ദ്രനെതിരെ പാർട്ടിയിൽ പടയൊരുക്കം ശക്തമാകുന്നതിനിടയിലുമാണ് BJPയുടെ നേതൃയോഗം നടക്കാൻ പോകുന്നത്. ഈ നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയതായിരുന്നു ശോഭാ സുരേന്ദ്രൻ. കെ സുരേന്ദ്രൻ രാജിവെക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമാണ്. എന്നാൽ കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണയുണ്ട് എന്ന ആത്മവിശ്വാസത്തിലാണ് സുരേന്ദ്രൻ. കേന്ദ്ര നേതൃത്വത്തെ സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ചതുപോലും നാടകം എന്നാണ് സുരേന്ദ്രനെ എതിർക്കുന്നവരുടെ നിലപാട്. സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യോഗത്തിന്റെ മുഖ്യ അജണ്ടയുമാണ്.